ഒരു കുടുംബത്തിലെ സമാധാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആരാണ്? പെണ്ണാണ്. പെണ്ണാണ് സമാധാനം കൊടുക്കേണ്ടത്. പെണ്ണാണ്. ആണിനൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റുമോ? ആണിനൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റും. വീടുണ്ടാക്കാൻ കൊടുക്കാൻ പറ്റും, സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനങ്ങൾ കൊണ്ടുപോയി കൊടുക്കുക, ബാക്കി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ബെഡ് വാങ്ങിക്കൊടുക്കുക, നല്ല മെത്ത വാങ്ങിക്കൊടുക്കുക, കട്ടിലാക്കി കൊടുക്കുക. പക്ഷെ അയിമേൽ സമാധാനത്തിൽ കിടക്കണ്ടേ? സമാധാന പൈസ കൊടുത്താൽ കിട്ടുമോ? സമാധാന പൈസ കൊടുത്താൽ കിട്ടില്ലല്ലോ. അപ്പം അയിമ സമാധാനത്തിന് ആ ബെഡ്മ കിടക്കണമെങ്കിൽ ആ സമാധാനം ആരൊരുക്കി കൊടുക്കണം? പെണ്ണൊരുക്കി കൊടുക്കണം. പെണ്ണൊരുക്കി കൊടുക്കണം സമാധാനം. അപ്പം സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ കഴിയണമെങ്കിൽ ആ സമാധാനം ആര് കൊടുക്കണം? എല്ലാം പെണ്ണാണ്. അപ്പോൾ പെണ്ണുങ്ങൾ പറയും അതൊന്നുമല്ല, പെരിയിലെല്ലാ സമാധാനം ഇല്ലാതാക്കണത് ആണുങ്ങളാണെന്ന് പറയും. അതില്ലാന്ന് പറയണ്ട, അതില്ലാന്ന് പറയണ്ട. അങ്ങനെയുള്ളതുണ്ട്, അങ്ങനെയുള്ളതുണ്ട്. പക്ഷെ അതിനെന്താ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് മൊത്തത്തിലെടുത്ത് പറയാൻ പറ്റും. ഒറ്റപ്പെട്ടതുണ്ടാവും, ഒറ്റപ്പെട്ടത് അങ്ങനെ ഉണ്ടാവും. അതിന് നമുക്ക് മൊത്തത്തിൽ പൊതുവൽക്കരിച്ച് പറയാൻ പറ്റൂല. ഒറ്റപ്പെട്ട കാര്യങ്ങൾ എവിടെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പരിയിലൊരു കള്ളുടിയ ഉണ്ടെങ്കിൽ എന്തായി? അത് പിന്നെ പറയണ്ടല്ലോ സംഗതി. ഇനി പെണ്ണ് എത്ര സമാധാനം ഉണ്ടാക്കിയിട്ടും കാര്യമൊന്നുമില്ല അവിടെ. പക്ഷേ നമ്മൾ കാണുന്നത് മൊത്തത്തിൽ ബഹുഭൂരിപക്ഷം സമൂഹത്തിൽ നമ്മൾ കാണുന്ന കാര്യം എന്താണ്? ആണുങ്ങളെല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്യാൻ ആരാ ഉഷാറ്? ആണോ പെണ്ണോ? ആണാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ സാധ്യതയില്ലാത്തതാരാണ്? സ്ത്രീകളാണ്. പലതും പെണ്ണുകൾ മറക്കൂലല്ലോ. ആണുങ്ങൾ എന്ത് ചെയ്യും? പലതും മറക്കും, മറക്കും. ഒന്നും ഓർമ്മ ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടായിക്കൊള്ളൊന്നുമില്ല. പക്ഷെ പെണ്ണുങ്ങൾ കുറേ കാലം കഴിഞ്ഞാലും എന്തുണ്ടാവും? ഉള്ളിനുള്ളിൽ അതങ്ങനെ കിടക്കും. അത് എടുത്ത് ഇങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങോട്ട് ഇടും. അതോടുകൂടി എന്തായി? അതുവരെയുള്ളത് മുഴുവനും പോവും. അത് ഒരു പെണ്ണിൻ്റെ പ്രകൃതിപരമായ സംഗതിയാണ്, അല്ല വേറൊന്നുമല്ല. അപ്പം സ്ത്രീകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം പറഞ്ഞത്, ചെയ്യാൻ പറ്റുമോ എന്നുള്ളതല്ല, മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് ഒരുക്കേണ്ട സംഗതി പറഞ്ഞാൽ പിന്നെ വീട് അടിച്ചു വാരലും തുടക്കലും ഭക്ഷണം ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല. വീടൊരിക്കൽ അതാണൊരു പെണ്ണിൻ്റെ ധർമ്മമെന്ന് മനസ്സിലാക്കി വെക്കരുത്. അതിനെന്ത് ചെയ്യണം? അത് കഴിവുള്ള ആൾക്കാർ, അതിനൊക്കെ ആൾക്കാരെ വെച്ച് വേലക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. കഴിവുള്ളവർ ഭക്ഷണം ഉണ്ടാക്കാനും വീട് തുടക്കാനും. നമ്മളുടെ വേലക്കാരി അല്ല പെണ്ണ്, നമ്മളെ വീട്ടിലെ വേലക്കാരി അല്ല പെണ്ണ്. അത് ആണുങ്ങൾ മനസ്സിലാക്കണം, അത് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കഴിവുള്ള ആളുകൾ ചെയ്യുക. പിന്നെന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, സ്ത്രീകൾക്കുള്ളൊരു പ്രകൃതി എന്താ വെച്ചാൽ, അവർക്ക് വെറുതെ വെക്കാൻ പറ്റൂല. നമ്മളെ മാതിരിയല്ല. സ്ത്രീകൾക്ക് വെറുതെ അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞത് സഹിക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. നമ്മൾ വേറെ മരത്ത് വേണമെങ്കിൽ മണിക്കൂറുകളോളം പേപ്പർ വായിച്ച് മൊബൈൽ നോക്കിയിരിക്കും. ഇപ്പോഴത്തെ തലമുറയിലുള്ള അല്ലട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പൊക്കെ മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മളമ്മമാർ, നമ്മളെ മൂത്ത പെങ്ങന്മാർ, ആ ഒരു തലമുറ ഉണ്ടല്ലോ, മറ്റേ ഈ ദജ്ജാൽ വരുന്ന മുമ്പുള്ള ഒറ്റക്കണ്ണൻ, അത് വരുന്ന മുമ്പുള്ള സംഭവം പറഞ്ഞത്. അതിന് മുമ്പുള്ള സംഭവം എന്ന് വെച്ചാൽ, ആ പെണ്ണുങ്ങൾക്ക് പൊതുവെ ഇരിക്കാൻ കഴിയില്ല. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അവർ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിവുള്ള ആൾക്കാർ എന്ത് ചെയ്യണം? സാമ്പത്തികമായിട്ടൊക്കെ കഴിവുള്ള ആൾക്കാർ ചെയ്തു കൊടുക്കണം. അവളെ സഹായിക്കാൻ വീട്ടിൽ. ഇനിയിപ്പം കൃത്യമായിട്ട് ഇപ്പം ചിലപ്പോൾ നമ്മളെ ഭാര്യമാർ അലക്കാലേ നമുക്ക് തൃപ്തി വരുള്ളൂ, പിന്നെ ഭാര്യമാർ ഭക്ഷണം ഉണ്ടാക്കിയാലേ നമുക്ക് തൃപ്തി വരുള്ളൂ, അവർ കൊണ്ടുവന്ന് വെച്ചാലേ നമുക്ക് തൃപ്തി വരുള്ളൂ. ഉണ്ടാക്കാൻ ആൾക്കാരുണ്ടെങ്കിലും അത് സർവ് ചെയ്യാൻ ആര് വേണം? ഭാര്യമാർ വേണം കൊണ്ടുവന്നാക്കാൻ. ഇതൊക്കെ അപ്പോൾ അതിനൊക്കെ അവർ തന്നെ നമ്മളെ കൂടെ വേണം. അപ്പോൾ ഇതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ നമുക്ക് പരമാവധി നമ്മൾ സഹായിക്കണം. പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, ഈ മെൻസസ് സമയങ്ങളിലൊക്കെ ഇപ്പോൾ ഖുർആനിലുള്ള ആയത്ത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് എങ്ങനെ അറിയോ? പിന്നെ അവരോട് പിന്നെ യസ്അലൂനക അനിൽ മഹീൽ, ആർത്തവത്തെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ആയത്ത് എന്താ അറിയുക? അതുകൊണ്ട് അവരുമായി ലൈംഗിക ബന്ധം പാടില്ല എന്നതാണെന്നാണ്. പക്ഷെ അവിടെ അള്ളാഹ് എന്താ പറഞ്ഞത്? നിങ്ങൾ ആർത്തവത്തെക്കുറിച്ച് കുൽ പറയുക, മറുപടി എന്താ? യസ്അലൂനക അനിൽ മഹീൽ കുൽ ഹുവ അദൻ.
അത് വല്ലാത്തൊരു പ്രയാസം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അല്ലാഹു തആല ആദ്യം അത് പറഞ്ഞിട്ടാണ് നിങ്ങൾ അതല്ലാത്ത ശുദ്ധമായ സമയത്ത് സമീപിക്കുന്ന പോലെ അവരെ നിങ്ങൾ സമീപിക്കരുത് എന്ന് അള്ളാഹു പറഞ്ഞത്. ആദ്യം അതിൻ്റെ ഇടങ്ങേറും ബുദ്ധിമുട്ടും അള്ളാഹ് പറഞ്ഞത്. ഇതെന്തിനാ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പോൾ ആ സമയത്ത് പ്രത്യേകം അപ്പോൾ അവരുടെ മാനസികവും ശാരീരികവുമായ വിഷയങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അത് ആണുങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവരോട് പെരുമാറാനും സംസാരിക്കാനും ഒക്കെ. എല്ലാ സമയത്തും പെണ്ണിനോട് എന്ത് ചെയ്യരുത്. ഇത് ഒരു പെണ്ണ് ആർത്തവകാരിയാണോ എന്ന് ആ പെണ്ണ് മാത്രമേ അറിയുള്ളൂ. ലോകത്തൊരു മനുഷ്യനും വേറെ അറിയില്ല. അതറിയാവുന്നത് പിന്നെ ആർക്ക് മാത്രമാണ്? ഭർത്താവിനാണ്, പിന്നെ വാപ്പാക്കും ഉമ്മാക്കുമാണ്. ഇത് എന്ത് ചെയ്യുക, ഇത് അറിയുക. സാധാരണ ഉമ്മാക്കാണ് കാര്യമായിട്ട് അറിയുക, അല്ലെങ്കിൽ ഭർത്താവിനാണ് അറിയുക. അപ്പോൾ ഇത് എന്ത് ചെയ്യണം? ഇത് എന്തിനാണത് അറിയണത്? ആ സമയത്ത് കൂടെ കിടക്കാൻ പാടില്ല എന്ന, അല്ലെങ്കിൽ ശാരീരിക ബന്ധങ്ങൾ പാടില്ല എന്ന അറിവിന് മാത്രമല്ല, അതല്ലാത്ത മാസത്തിൽ ഒരാഴ്ച ഏറ്റവും കൂടിയാൽ, അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം 5 ദിവസം, ഏറ്റവും ചുരുങ്ങിയത് ഒരു രാവും ഒരു പകലും ഒക്കെ ഈ സ്ത്രീകൾക്ക് എന്തുണ്ടാകാം. അപ്പം സ്വാഭാവികമായും അത് ഒരു ആരോഗ്യമുള്ളൊരു പെണ്ണിന് കൃത്യമായിരിക്കും. അതിൻ്റെ സമയവും അതുപോലെ തന്നെ കാലവും എല്ലാം കൃത്യമായിരിക്കും. പക്ഷെ ആരോഗ്യമുള്ള പെണ്ണാവട്ടെ, ദുർബലമായ ശരീരത്തിൻ്റെ ഉടമയാകട്ടെ, ഈ സമയത്ത് എത്ര ആരോഗ്യമുള്ള പെണ്ണാണെങ്കിലും അവർക്ക് എന്തുണ്ടാകും? ഈ പ്രയാസങ്ങൾ ഉണ്ടാകും. അതൊരു ശുദ്ധീകരണ പ്രക്രിയ അല്ല നടത്തുകയാണ്. അത് പെണ്ണിന് അതൊരിക്കലും ഒരു അള്ളാഹു സ്ത്രീകൾക്ക് കൊടുത്തൊരു ഇടങ്ങാറായിട്ടല്ല കണക്കാക്കേണ്ടത്. മനസ്സിലാണ്ടല്ലേ പറഞ്ഞത്? അള്ളാഹു തആല ഒരു പെണ്ണിന് ആണിന് ഇല്ലാത്തൊരു അവയവം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്താ? അപ്പം അത് സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ട, കാരണം അതാണ് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ മഹത്വം. അതിൽ നിന്നാണ് ഒരു തലമുറ, ഏറ്റവും വലിയ ബന്ധം അതാണ്. ബന്ധങ്ങൾ തുടങ്ങുന്നല്ലേ, എപ്പോഴും ഒഴിവാക്കാൻ പറ്റിയ ബന്ധമാണെന്ത്? ഈ ബന്ധം. പക്ഷേ എല്ലാ ബന്ധങ്ങളും തുടങ്ങണത് ഇവിടുന്ന അല്ലേ? ഉമ്മ വാപ്പ മക്കൾ എല്ലാ ബന്ധം തുടങ്ങുന്നത് സ്റ്റാർട്ട് വിടുന്ന. അപ്പോൾ ആ പെണ്ണിന് പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആ സമയത്ത്, ആർത്തവ സമയത്ത് പെണ്ണിനോടുള്ള സമീപനങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ പറ്റുന്ന ആളുകളൊക്കെ അടുക്കളയിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ സഹായിച്ച് കൊടുക്കണം സ്ത്രീകളെ. നമുക്ക് എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞ ആൾക്ക്, പ്രവാസികളൊക്കെ ആൾക്കാർ പിന്നെ കുറേ നല്ല ഭക്ഷണമൊക്കെ, ആണുങ്ങളെക്കാൾ നല്ല ഉഷാറൊരു ഭക്ഷണമൊക്കെ. അപ്പം നമ്മളെന്ത് ചെയ്യണം? ആ കാര്യങ്ങളൊക്കെ, ആ കഴിവൊക്കെ നമ്മളിവിടെ ആ സമയത്ത് ഇതൊന്ന് പോയി റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് സഹായിച്ചു കൊടുക്കുക, ജോലിയിൽ സഹായിക്കുക. അതുപോലെ തന്നെ അവരോട് നമ്മൾ പെട്ടെന്ന് നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്തൊക്കെ ദേഷ്യം പ്രകടിപ്പിക്കും, സ്വാഭാവികമാണ്. അത് റസൂൽ തന്നെ പറഞ്ഞിട്ടില്ലേ അല്ലേ? റസൂലിനെ പറഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകും. പക്ഷേ ആ സമയത്ത് ഇപ്പം എന്ത് ചെയ്യരുത്? ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അവളോട്, കാരണം അത് അവൾക്ക് അല്ലെങ്കിലോ അവൾ വേദന അനുഭവിക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയും കൂടി പറഞ്ഞാൽ എന്താവും? ആ സമയത്ത് കൂടുതൽ പ്രയാസം, ഈ തിരിച്ചറിവുണ്ടാകണം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരുക്കി കൊടുക്കണം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്താലും ഒരു കുടുംബത്തിൽ സമാധാനം എന്നത് ആരുടെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാവേണ്ടത്? കാരണം ഒരു പെണ്ണുങ്ങൾ സമാധാനപ്രിയരാണെങ്കിൽ ഒരു കുടുംബത്തിൽ ഇനി ആണുങ്ങൾ എത്ര ചൂടായ ആൾക്കാരായാലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. ആരാണെങ്കിൽ പെണ്ണുങ്ങൾ സമാധാനപ്രിയരാണെങ്കിൽ, ഇപ്പം നമ്മൾക്കിപ്പോൾ കഴിഞ്ഞു പോയ കാരണവന്മാർ വാപ്പാരെന്നൊക്കെ പറഞ്ഞാൽ പൊതുവെ പറഞ്ഞാൽ എപ്പോഴും മൂക്കിന് തുമ്പത്തായിരിക്കും എന്ത്? ദേഷ്യം. ചെറിയൊരു കാര്യത്തിന് വരെ എന്തേക്കാരം ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കും, വർത്താനം പറയും. ആ സമയത്ത് പെണ്ണ് അത് കൂളായിട്ടാണ് കൈകാര്യം ചെയ്താലോ. ദേഷ്യം പിടിക്കുമ്പോൾ അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചാടി പറയുമ്പോൾ അത് എപ്പോഴാണ് ഒരു സമാധാനം ഇല്ലാതാവില്ല? എപ്പോഴാണ്? അതിനെ പുഞ്ചിരിച്ചിട്ട് മൂപ്പര അങ്ങനെ തന്നെയാണ്. അതങ്ങനെ എന്ത് ചെയ്യും? പണ്ട് ഉള്ള ഒരു കഥാപാത്രം, അപ്പോൾ പറയാൻ പറ്റില്ല, കുരക്കണതായി ആ ഒരു പ്രയോഗമുണ്ട്. നമ്മൾ പറയാൻ പാടില്ല, അത് വേറെ വിഷയം. അപ്പോൾ എന്താണ്? അത് മൂപ്പര് ഉള്ളതാണ്, അത് അങ്ങനെയാണ് കുറയാണ്ട്. അപ്പോൾ അത് ആ രൂപത്തിൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ പ്രകൃതി അതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്താൽ മതി? എന്തെങ്കിലും അങ്ങനെ വല്ലാതെ മരത്തിൽ ദേഷ്യം പിടിക്കുമ്പോൾ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ അതൊരു വെള്ളമൊക്കെ ആയിട്ടാണ് ചെന്നാൽ മതി, ദൂരം നിന്നാൽ മതി. ചിലപ്പോൾ എന്താവും? അതടക്കം പോവും. അപ്പം അത് കൊടുത്ത് കുറച്ച് വെള്ളം കുടിച്ചെന്താവും? സമാധാനം. അപ്പം അങ്ങനെ ഒരു പെണ്ണ് തൻ്റെ ആണിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയണം. പ്രകൃതി എന്താണെന്ന് അറിയണം.
ഏത് കാര്യമാണ് അദ്ദേഹത്തെ ചൊടിപ്പിക്കുന്നത് എന്നറിയണം. ഇപ്പോൾ ചില ആണുങ്ങൾക്ക് ചില വിഷയം, ചിലപ്പോൾ ഡ്രസ്സ് ഇസ്തിരിടുന്ന കാര്യക്കാരും കൂടുതലൊരു പ്രശ്നം, അല്ലെങ്കിൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നം ഭക്ഷണ ഇക്കാരം, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നം എന്തെങ്കിലും ഒരു വൃത്തിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, അങ്ങോട്ട് മരത്തോട് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു പൊടിയാ കടലാസ് എന്തെങ്കിലും കണ്ട് അപ്പം അങ്ങോട്ട് ദേഷ്യം പിടിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇനി ഭക്ഷണം എന്തായാലും ചിലപ്പോൾ അയാൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. എങ്ങനെ ഭക്ഷണം എന്തുണ്ടെങ്കിൽ കൊടുത്താലും മൂപ്പര് എന്ത് ചെയ്യും, കേട്ടുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി. ചില ആൾക്കാർക്ക് എന്താവും, ചില ആൾക്കാർക്ക് മരഞ്ഞ് എങ്ങനെ കിടന്നാലും കുഴപ്പമില്ല, അലമാര എങ്ങനെ ഭാര്യ ചില ഭക്ഷണം അത് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി, അത് ശ്രദ്ധിക്കണം. ഓരോരുത്തർക്കും ഓരോ കാര്യമായിരിക്കും. പ്രകൃതിയാണ്. ആ പ്രകൃതി ആദ്യം മനസ്സിലാക്കേണ്ടത് ആരാ? പെണ്ണ്. ആദ്യം ഭർത്താവിനെ പഠിക്കണം. റസൂലിൻ്റെ ഒരു ഹദീസ് എന്താ അറിയോ, ഒരു കല്യാണം കഴിച്ചു കൊടുത്താൽ 7 ദിവസം, കന്യകയാണെങ്കിൽ 7 ദിവസം ആ പെണ്ണിന് വീട്ടിലെ പണിയോ ജോലികളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല, ചെയ്യിപ്പിക്കാൻ പാടില്ല. അവൾക്ക് എന്ത് ചെയ്യണം, പൂർണ്ണമായ റെസ്റ്റ് കൊടുക്കണം ഒരാഴ്ച. കന്യകയാണെങ്കിൽ, അതല്ലെങ്കിൽ പിന്നെ അതിലെ ദിവസങ്ങളൊക്കെ മാറ്റേണ്ട വ്യത്യാസമുണ്ട്. ഇതെന്തിനാണെന്നറിയോ ശരിക്ക്? ഇത് നമുക്കെല്ലാവർക്കും അറിയാം. ഇതെന്തിനാ ശരിക്ക്? ഈ പെൺകുട്ടി വേറൊരു വീട്ടിൽ നിന്ന് വന്നതാണ്. ഇവൻ്റെ ആണിൻ്റെ പ്രകൃതി എന്താണ്, ഇവൻ്റെ സ്വഭാവം എന്താണ്, പെരുമാറ്റം എങ്ങനെയാണ്, ഇഷ്ടമെന്താണ്, അനിഷ്ടം എന്താണെന്നൊന്നും അറിയില്ല. ഇത് പഠിക്കാനുള്ളതാണ്. ഇത് പഠിക്കണം, മനസ്സിലാക്കണം. ശരിക്കും വേണ്ടതാണ്. ഈ ആണിനെ പെണ്ണ്, നമ്മളെ ഈ പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഈ നമ്മൾ ഈ വിവാഹിതരായ ഇവരൊക്കെ മബദ്ധം എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായില്ലേ, അവർക്കൊക്കെ ആ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ്, അറിയിച്ചു കൊടുക്കുന്ന കാര്യം. ഇത് ശരിക്കും അറിയണം. നമ്മളൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഇപ്പോൾ രക്ഷിതാക്കൾ എന്താണെന്ന് വെച്ചാൽ, പഠിച്ചോനെ ലക്ഷം കഴിഞ്ഞ് 1 ലക്ഷത്തിൻ്റെ മേലക്കായി, എന്തിന് നമ്മൾ അതിൻ്റെ വില കാര്യമായിട്ട് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അതെങ്ങനെയാണ്, ഇത് ഇടങ്ങേറാണ്, അതിൻ്റെ മേലൊക്കെ ഇത് കുറയോ കൂടുകയോ ഇതിൻ്റെ ബേജാറിലാണ് നമ്മൾ. ഇത് കുറയോ കൂടെ നോക്കി ജീവിതം ഇല്ലാതാവും. അതിൻ്റെ പിന്നാലെ പോയാൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ മതി. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയാൽ എന്താവും, നമ്മൾ അതിനെ വല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യണോണ്ടാണ് എന്ത് ചെയ്യണത്, ഈ സാധനം ഒരു പറച്ചിന് താങ്ങാനുള്ളവർക്ക് തളർച്ച ഉണ്ടാവുള്ളൂ എന്ന് അറിയില്ല. അതിങ്ങനെ പൊന്തിപ്പോണത് അതുകൊണ്ടാണ്. അയിമക്കട നോക്കാൻ തന്നാൽ മതി, താനെ താന്നോളൂ. നിങ്ങളോട് അപ്പോൾ ഇതിൻ്റെ പ്രശ്നം അതാണ്. അപ്പോൾ നമ്മൾ കാര്യമായിട്ട് നമ്മളെ ചിന്ത അതാണ്. ഇത് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോവുകയാണ് ചെയ്യുക. കുടുംബമൊക്കെ അതിൻ്റെ പിന്നാലെ അല്ല വരേണ്ടത്. നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്താൽ എന്താണ്, ജീവിതമൊക്കെ അവിടെ വേറെ വഴിക്ക് പോകും. അപ്പോൾ ഇത് ആദ്യം തിരിച്ചറിഞ്ഞിട്ട് പെരുമാറാൻ ഒരു പെണ്ണിന് സാധിച്ചാൽ യസ്കുന ഇലൈഹ, അതാണ് പറഞ്ഞത്. അവളാണ് ആ കുടുംബത്തിന് എന്ത് കൊടുക്കേണ്ടത്? അപ്പം ഒരു ഭൂരിപക്ഷം കുടുംബത്തിലെ പ്രശ്നങ്ങളും ആര് വിചാരിച്ചാൽ ഇല്ലാതാകാൻ പറ്റും? അപ്പം മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, പുറത്ത് കൊടുക്കുക, ഇതൊക്കെ കൂടുതലും ആരിലാണ് ഉണ്ടാവേണ്ടത്? സ്ത്രീകളുടെ ഭാഗത്തുണ്ടായാൽ മതി. അപ്പം അള്ളയാണ് ഈ പറഞ്ഞത്. അള്ളയാണ് ഈ പറഞ്ഞത് യസ്കുന ഇലൈഹ എന്നാ പറഞ്ഞത്. ആ ഹാന്ന് പറഞ്ഞാൽ അവളിൽ അവൻ സമാധാനം കണ്ടെത്താൻ വേണ്ടി എന്നാണ്. അപ്പം സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും, ഇങ്ങോട്ടും എന്തിട്ടു ഒരു പാലിട്ടാൽ കിട്ടും, രണ്ടും കിട്ടുന്ന ഉറപ്പല്ലേ? അപ്പോൾ ബേസിക് ആരാണ്? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പെണ്ണ് നിർബന്ധമാണ്, ആവശ്യമാണ്. യസ്കുന ഇലൈഹ.